വെടിനിർത്തൽ കരാർ ഉണ്ടെന്ന് പറയുമ്പോഴും യാതൊരു ദാക്ഷിണ്യവും ദയയുമില്ലാതെ ഗാസയിൽ ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ സൈന്യം. അവിടെ ഭക്ഷണം കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പോലും കൊല ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. തിരികെ ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഒഴിച്ചാൽ ഹമാസിന്റെ പ്രതികരണവും തീർത്തും ദുർബലമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈയിടെ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വമ്പൻ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹമാസ്. ഹമാസിന്റെ ഈ ആക്രമണങ്ങളിൽ 25 സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തെക്കൻ ഗാസയിലെ റഫേൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന വ്യത്യസ്ത ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ-ഖസാം ബ്രിഗേഡ്സ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. റഫയുടെ കിഴക്ക് ഭാഗത്ത് ഇസ്രായേൽ സൈനികർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ 7 പേരാണ് ഉൾപ്പെട്ടിരുന്നത്. അതിൽ ചിലരെങ്കിലും ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സൂചന. പരിക്കേറ്റവരെയും കൊല്ലപ്പെട്ടവരെയും ഇസ്രായേൽ ഹെലികോപ്റ്ററിൽ മാറ്റിയെന്നും അൽ-ഖസാം ബ്രിഗേഡ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. അതേ പ്രദേശത്ത് മറ്റൊരു സൈനിക സംഘത്തിന് നേരെയും ഹമാസ് സേന മിന്നലാക്രമണം നടത്തി. അവരിൽ എത്ര പേർക്ക് പരിക്കേറ്റെന്നോ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നോ വ്യക്തമായ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഇത് കൂടാതെ 10 ഇസ്രായേലി സൈനികർ കയറിയ ഒരു കെട്ടിടം തിങ്കളാഴ്ച ഹമാസ് തകർത്തിരുന്നു. അതിലും സൈനികർ മരിച്ചിട്ടുണ്ടാവുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. നേരത്തെ ജൂലൈ 12-ന് തെക്കൻ നഗരമായ ഖാൻ യൂണിസിന്റെ വടക്ക് ഭാഗത്ത് ഒരു കവചിത സൈനിക വാഹനം ഉയർന്ന സ്ഫോടനശേഷിയുള്ള ഉപകരണം ഉപയോഗിച്ച് തകർത്തതായും ഇതിൽ നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും അൽ-ഖസാം ബ്രിഗേഡ് അവകാശപ്പെട്ടിരുന്നു. യാസിൻ 105 ഷെൽ ഉപയോഗിച്ച് ഒരു മെർക്കാവ ടാങ്ക് തകർക്കുന്ന ഉൾപ്പെടെ ഈ ആക്രമണങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ അൽ-ഖസാം ബ്രിഗേഡ് പുറത്തുവിട്ടിരുന്നു. സൈനിക വാഹനങ്ങളെ അടുത്ത് നിന്ന് ആക്രമിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ടാങ്കിനുള്ളിൽ നിന്ന് സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലി സൈനിക വാഹനങ്ങൾ കടന്നുപോകുന്ന വഴികളിൽ വളരെ ആസൂത്രിതമായി സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിന് സമീപത്ത് ഇസ്രായേലി സൈനിക വാഹനങ്ങൾ തകർക്കുന്ന വീഡിയോകളും അൽ-ഖസാം ബ്രിഗേഡ്സ് പുറത്തുവിട്ടിരുന്നു. അതേസമയം ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ 59,106 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത്. കൂടാതെ 1,42,511 പേർക്ക് പരിക്കേറ്റെന്നും ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ കൊല്ലപ്പെട്ടതിലും പരിക്കേറ്റതിലും കൂടുതൽ പേരും സ്ത്രീകളും കുട്ടികളുമാണ്.